ഹായ് ഫ്രണ്ട്സ്, ജീവന ഹോം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഈ ആഴ്ചത്തെ കുറച്ച് നല്ല ചെടികൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കുറച്ച് നല്ല പ്ലാന്റ്സ് സെയിലിനുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്ലാന്റ് കൊളക്കേഷ്യയുടെ ലൈറ്റ് പില്ലറിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ്. ബേബി പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 150 റുപ്പീസാണ്. അടിപൊളിയായിട്ടുള്ള ഒരു കൊളക്കേഷ്യ വെറൈറ്റിയാണ്. ലൈറ്റ് പില്ലർ ലീവ്സൊക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഗ്രീനിൽ നല്ല യെല്ലോയും പിങ്കും ഷെയ്ഡ്സാണ് വരുന്നത്. അടുത്തത് ഫിലാഡെൻഡ്രോൻ്റെ ബിർക്കിനാണ്. ബിർക്കിൻ നല്ല വേരിയേഷനുള്ള ലീവ്സോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. റേറ്റ് വരുന്നത് 120 റുപ്പീസാണ് ബിർക്കിൻ്റെ. ഇത് കണ്ടോ, ലീവ്സൊക്കെ നല്ല ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്, വേരിയേഷനൊക്കെ. അടുത്ത പ്ലാന്റ് വേരിയേറ്റഡ് യെസ്റ്റർഡേ ടുഡേ ടുമോറോയിൻ്റെ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. ഇതാണ് പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത്. നോർമൽ വെറൈറ്റി പോലെയല്ല, ഇതിൻ്റെ പൂക്കൾക്ക് നല്ല മണം ഉണ്ടാവും. റേറ്റ് വരുന്നത് 70 റുപ്പീസാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേരിയേഷനൊക്കെ വന്നിട്ടുള്ള ലീവ്സാണ് അവൈലബിൾ ഉള്ളത്. ഒരു 3 മന്ത്സ് കൊണ്ട് തന്നെ പൂക്കാൻ തുടങ്ങും. നന്നായി പിടിച്ച് കിട്ടിയ ശേഷം വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചാൽ മതിയാകും. അടുത്തത് യെല്ലോ മെലാസ്റ്റോമയുടെ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. യെല്ലോ മെലാസ്റ്റോമയുടെ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഹാങ്ങിങ് ആയിട്ടോ പോട്ടിലോ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഉള്ളത് സെയിലിന്. അടുത്തത് വൈറ്റ് ബ്രൈഡൽ ബൊക്കെ ക്രീപ്പറിൻ്റെ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. റൂട്ടഡ് പ്ലാന്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. ബ്രൈഡൽ ബൊക്കെ നല്ല ഒരു അടിപൊളിയായിട്ട് ഫ്ലവേഴ്സൊക്കെ വരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇടയ്ക്കിടയ്ക്ക് പ്രോൺ ചെയ്ത് കൊടുത്താൽ മതിയാകും. നല്ല വലിയ ചട്ടിയിലോ അല്ലെങ്കിൽ നമ്മുടെ വേലിക്കലോ പടർത്തി എടുത്ത് വളർത്താവുന്ന ഒരു നല്ല പ്ലാന്റ് ആണ് ബ്രൈഡൽ ബൊക്കെ. ിലുള്ള ബ്രൈഡൽ ബൊക്കെ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 50 റുപ്പീസാണ്. അടുത്തത് വൈറ്റ് മെലാസ്റ്റോമയുടെ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. മെലാസ്റ്റോമ വൈറ്റ് ഒരു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. നല്ലൊരു വെയിൽ വേണ്ട ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. നല്ല അടിപൊളിയായിട്ട് നിറഞ്ഞു പൂത്തുക്കുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. റേറ്റ് വരുന്നത് 50 റുപ്പീസാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നല്ല വെൽ റൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനുള്ളത്. അടുത്ത പ്ലാന്റ് കൊളക്കേഷ്യയുടെ കോഫി കപ്പാണ്. കോഫി കപ്പ് കോമൺ വെറൈറ്റി കൊളക്കേഷ്യ ആണെങ്കിൽ കൂടി ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ ലീവ്സ് കാണുന്നത്. ഇതിൻ്റെ കപ്പ് ഷേപ്ഡ് ലീവ്സ് കാരണം തന്നെയാണ് ഇതിനിങ്ങനെ കോഫി കപ്പ് എന്നോ ടീ കപ്പ് എന്നൊക്കെ പേര് വരുന്നത്. ഇതാണ് ബേബി പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. റേറ്റ് വരുന്നത് 100 റുപ്പീസാണ്. അടുത്ത പ്ലാന്റാണ് കൊളക്കേഷ്യയുടെ തന്നെ വൈറ്റ് ലാവ ഒരു കോമൺ വെറൈറ്റി ആണെങ്കിൽ കൂടി നല്ലൊരു കൊളക്കേഷ്യ വെറൈറ്റിയാണ്. റേറ്റ് വരുന്നത് 100 ആണ്. അടുത്തത് ഈ ഒരു റാറ്റിൽ സ്നേക്കിൻ്റെ കലാത്തിയ പ്ലാന്റ് ആണ്. ജിഫി പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് വരുന്നത് 60 റുപ്പീസാണ്. ഒരു നല്ലൊരു കലാത്തിയ വെറൈറ്റിയാണ് റാറ്റിൽ സ്നേക്ക് കലാത്തിയ. ഈ ഒരു ലൈറ്റ് പിങ്ക് ആൻഡ് ഡാർക്ക് പിങ്ക് കോമ്പിനേഷനിലുള്ള അടുക്ക് 10 മണിയുടെ കട്ടിങ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പെർ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് 10 റുപ്പീസാണ്. നല്ല ഒരു കോമ്പിനേഷനിലുള്ള പ്ലാന്റ് ആണ്. 10 മണിയൊക്കെ ഇപ്പോൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ സമയമാണ്. മഴയൊക്കെ മാറി വെയിൽ വരുന്ന സമയത്ത് ഇപ്പം നല്ലോണം ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ്. ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. ഒരു മെയിൻ്റനൻസും കൂടാതെ ഫ്ലവർ ചെയ്തോളും. അടുത്തത് ഈ ഒരു പിങ്ക് ആൻഡ് പീച്ച് കോമ്പിനേഷനിലുള്ള അടുക്ക് 10 മണിയുടെ കട്ടിംഗ് ആണ്. റേറ്റ് വരുന്നത് 10 റുപ്പീസ് തന്നെയാണ്. അടുത്തത് ഈ ഒരു സിംഗിൾ പെറ്റൽ 10 മണിയുടെയാണ്. യെല്ലോ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന നല്ലൊരു വെറൈറ്റിയാണ്. നിറയെ പൂക്കുന്ന ഒരു 10 മണി വെറൈറ്റിയാണ്. നിറയെ പോളിനേറ്റേഴ്സിനൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് പോട്ട്ലുക്ക. അടുത്തത് ഈ ഒരു ബ്ലാക്ക് പെപ്പറോമിയുടെ ജിഫി പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിപ്പോൾ സൺലൈറ്റ് കുറവുള്ള ഏരിയ വെച്ചതുകൊണ്ടാണ് അതിന് ലീവ്സിന് കളർ ഷെയ്ഡ് ഗ്രീൻ ആയിരിക്കുന്നത്. നല്ല സൺലൈറ്റ് കിട്ടുമ്പോൾ ലീവ്സ് നല്ല ബ്ലാക്കിഷ് ആവും. റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. അടുത്തത് റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ജിഫി പ്ലാന്റ് ആണ് അവൈലബിൾ ഉള്ളത്. നല്ല ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള ജിഫി പ്ലാന്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. പോസ്റ്റ് ഓഫീസിൻ്റെ സ്പീഡ് പോസ്റ്റും DTDC വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും. അടുത്തത് ഈ ഗ്രീൻ ഐവിയുടെ ജിഫി പ്ലാന്റ്സും റൂട്ടഡ് പ്ലാന്റ്സും ആണ് അവൈലബിൾ ഉള്ളത്. റേറ്റ് വരുന്നത്
വരുന്നത് 40 റുപ്പീസാണ്. IV പ്ലാന്റ്സ് എല്ലാം ഒരു നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഹാങ് ചെയ്യാനോ പോട്ടിൽ സ്റ്റിക്കോൻ്റെ സപ്പോർട്ട് കൂടിയോ വളർത്താവുന്നതാണ്. അടുത്തത് ഈ ഒരു സിങ്കോണിയം വെറൈറ്റിയാണ്. 20 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഒരു ലൈറ്റ് യെല്ലോ ആൻഡ് പിങ്ക് വെയിൻസോട് കൂടിയിട്ടുള്ള ഒരു സിങ്കോണിയം വെറൈറ്റിയാണ്. ഈസി മെയിൻ്റനൻസ് പ്ലാന്റ്സ് ആണ്. റേറ്റ് വരുന്നത് 20 റുപ്പീസാണ്. പ്ലാന്റ് ഈ ഒരു പീച്ച് കളർ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന മെക്സിക്കൻ പെറ്റൂണിയയുടെ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 20 റുപ്പീസാണ്. നല്ലോണം വെയിൽ കിട്ടുമ്പോൾ ഫ്ലവർ ചെയ്യുന്നൊരു പ്ലാന്റാണ്. നമ്മൾ നാടൻ പ്ലാന്റ് ആണെങ്കിൽ കൂടി നിറഞ്ഞ് ഫ്ലവർ ഉണ്ടാവുന്നതാണ്. നല്ല ഭംഗിയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് ഡക്ക് ഫീറ്റാണ്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഇട്ടപ്പോൾ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിരുന്നു. കുറച്ച് പീസസ് ഇപ്പോൾ വീണ്ടും റെഡി ആയിട്ടുണ്ട്. റേറ്റ് വരുന്നത് 30 റുപ്പീസാണ്. ഡക്ക് ഫീറ്റ് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. അടുത്തത് ഈ ഒരു കലാത്തിയാണ്. സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് 90 റുപ്പീസാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കലാത്തിയ പ്ലാന്റ് ആണ്. വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ളത്. അടുത്തത് ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സ് ആണ്. കട്ടിങ്സിൻ്റെ റേറ്റ് വരുന്നത് 10 റുപ്പീസാണ്. നല്ല ഒരു കളർഫുള്ളായിട്ടുള്ള ലീഫി പ്ലാന്റ് ആണ്. റേറ്റ് വരുന്നത് പെർ കട്ടിങ്ങിന് 10 റുപ്പീസ്. അടുത്തത് ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. മുന്നത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു. കുറച്ച് പീസസ് കൂടി ബാക്കിയുണ്ട്. റേറ്റ് വരുന്നത് 30 റുപ്പീസാണ്. സ്മോൾ സൈസിന് 50 റുപ്പീസ്, ബിഗ് സൈസിന്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ സെയിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമ്മുടെ അടുത്ത് നിന്ന് പ്ലാന്റ്സ് വാങ്ങിച്ച് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പ്ലാന്റ്സ് റിസീവ് ചെയ്യുന്ന ആളുകൾ ഉടനെ തന്നെ നടാണ്ട് കുറച്ച് നേരം വേര് ഭാഗം വെള്ളത്തിൽ വെച്ചിട്ട് നടുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടി ഒന്ന് ഫ്രഷായിട്ട് നടുമ്പോൾ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും നല്ലൊരു പുതിയ സെയിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു. ബൈ.